Do you believe in God? ഓവർ തിങ്കിങ് എങ്ങനെ പ്രൊഡക്റ്റീവായി പ്രയോജനപ്പെടുത്താം എന്നുള്ള ആലോചനയിൽ നിന്നുമാണ് യൂട്യൂബ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. ഹായ് എവരിവൺ വെൽക്കം ബാക്ക്. കൂടെ നമുക്ക് ഒന്നിച്ച് പോയിട്ട് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് വരാം. ഓക്കെ. നേരവും കാലവും എന്തെന്നറിയാതെ എന്നെ എൻഗേജഡ് ആക്കുന്ന ഒരേ ഒരു കാര്യം വീഡിയോ എഡിറ്റിംഗ് ആണ്. പല നല്ല മെമ്മറീസും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ നല്ലൊരിടം കൂടിയായിരുന്നു യൂട്യൂബ്. If you are doing something, do it 100% or don't do it. ആയിടക്കാണ് അമ്മ ഒരു പരാതി പറഞ്ഞത്. നീ ഇടുന്ന വീഡിയോ എന്താണെന്നോ എങ്ങനെയാണെന്നോ വിശദീകരിക്കുന്നില്ല. അതിനൊരു കൃത്യമായൊരു വിശദീകരണം നൽകി എന്നെപ്പോലെ അറിയാത്തവർക്ക് വേണ്ടി അത് പറഞ്ഞു കൊടുക്കണം. കൺസിസ്റ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ കുറ്റബോധത്തിൽ ഇരിക്കുമ്പോഴാണ് അമ്മ അക്കാര്യം പറഞ്ഞത്. റിസ്ക് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ റിഗ്രറ്റ്. പുതിയ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ച് കൺസിസ്റ്റായി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് പുതിയ ജോലി സ്ഥലത്തേക്ക് വന്നത്. മാനസികമായും ശാരീരികമായും തളർന്ന ഒരു രാത്രി ഒരു ഉറച്ച തീരുമാനം കൂടി എടുക്കേണ്ടത് വന്നു. ഇനി ശരീരവും മനസ്സും ഒക്കെ റെഡിയായതിനു ശേഷം വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്യാം. അതുവരെ യൂട്യൂബിന് റെസ്റ്റ്. പക്ഷെ എന്നാൽ ഉറങ്ങാൻ കിടന്നിട്ട് എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അത്രയും ക്ഷീണം ഉണ്ടായിട്ടും മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു, എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നീ ഉറങ്ങിയാൽ മതി. എണീറ്റു. രാത്രിക്ക് രാത്രി കാറ്റടിച്ചാൽ മാത്രം കരയിൽ നിന്ന് റേഞ്ച് കിട്ടുന്നത്ര ദൂരത്തായിരുന്നു ഞാൻ. ഏറ്റവും മുകളിലുള്ള ക്യാപ്റ്റന്റെ ഡെക്കിൽ പോയി അവിടെ കാറ്റ് കിട്ടാത്ത ഒരു ഏരിയയുടെ പിൻഭാഗത്ത് ഒളിച്ചിരുന്ന് പതിഞ്ഞ സൗണ്ടിൽ പുതിയൊരു വീഡിയോ അന്ന് രാത്രി എഡിറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 11:30 മണിക്ക് അപ്ലോഡ് ആവുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഞാൻ സമാധാനമായി പോയി കിടന്നുറങ്ങി. A moment of pain is worth a lifetime of glory. Remember that. നമ്മൾ മുന്നോട്ട് പോകാൻ മടിക്കുന്ന ഏറ്റവും കടുപ്പമേറിയ സ്റ്റെപ്പായിരിക്കാം ഒരുപക്ഷെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. You believe in God? That is the wrong question. Does God believe in us? താങ്ങാനാവാത്ത ചുമടുകളൊന്നും തന്നെ തോള് തീറ്റിത്തരില്ല പടച്ചവൻ. ഹായ്. എങ്ങനെയാണ് നമ്മൾ 1000 സബ്സ്ക്രൈബ് ചെയ്യുന്നത് പെട്ടെന്നൊരു 5-10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് 3000 ആയത് 2000 ആയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ വീഡിയോ. എനിക്കറിയാം പൊതുവെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള എൻ്റെ ഒരു ജേർണിയിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അതും ഞാൻ അന്നത്തെ ദിവസം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് എഡിറ്റ് ചെയ്തതും പോസ്റ്റ് ചെയ്തതും. അപ്പോൾ ആ സ്ട്രഗിളിന് ആ ഒരു കഷ്ടപ്പാടിന് റിസൾട്ട് കിട്ടിയെന്നുള്ളൊരു ഇൻസ്പിറേഷനാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നമ്മൾ 3000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എന്താ പറയുക,
താങ്ക് യു, ദാറ്റ്സ് ഇറ്റ്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ തോന്നുന്നില്ല. ഒരുപാട് നന്ദി. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.